ഈ ആഴ്ച ഇറങ്ങിയ 3 മേജർ OTT റിലീസും ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സ്പോയിലർ ഉള്ള റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ കറുപ്പാണ് കണ്ടത്. സൂര്യയുടെ കംബാക്ക് മൂവിയായ കറുപ്പ്. എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല, 13 വർഷത്തിന് ശേഷം സൂര്യ കംബാക്ക് അടിച്ചു. കളക്ഷൻ വൈസ് സൂര്യ കംബാക്ക് അടിച്ചു, 300 കോടിക്ക് മുകളിൽ നേടിയ സിനിമയാണ്. പക്ഷെ അല്ലാതെ നമ്മളിപ്പോൾ ആ സിനിമ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഒരു നല്ല അപരാധമായിട്ടാണ് തോന്നിയത്. ഒരു കങ്കോവ ലെവലിൽ ഞാൻ പറഞ്ഞില്ല, എന്നാൽ പോലും അതിനടുത്തായിട്ടൊക്കെ എത്തും സെക്കൻഡ് ഹാഫ്. ആ ലെവൽ വെച്ചൊരു പടത്തെ കംബാക്ക് എന്ന് എങ്ങനെ പറയാൻ തോന്നുന്നു എന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഒട്ടും വർക്കൗട്ട് ആയിട്ടില്ല ആ പടം. ഇപ്പം ഞാൻ പറഞ്ഞത് അതിനുള്ള റീസൺ, ഇപ്പം നമ്മളിപ്പം അതിൻ്റെ ഫസ്റ്റ് ഹാഫ് എടുക്കുമ്പോൾ ഇന്ദ്രൻസ് ഉള്ളവരെ ഉള്ള ഒരു ലെവലുണ്ടല്ലോ, അത് നമുക്ക് ഓക്കെ മനസ്സിലാവും. ഒരു കഥയൊക്കെ ഉണ്ട്, നമുക്ക് ഇമോഷണലി കുറച്ച് കണക്റ്റ് ആവുന്നുണ്ട്, അഭിനയവും വെച്ചും എല്ലാം കൊണ്ടും നമുക്ക് ഇമോഷണലി ഒന്ന് കണക്റ്റ് ആയി സിനിമ പോകുന്നുണ്ട്. പക്ഷെ ഇന്ദ്രൻസിന്റെ ക്യാരക്ടർ പോകുന്ന വിഷയം എന്താ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഒരു സ്ട്രോങ് വില്ലനും ഇല്ല. RJ ബാലാജി എന്നുള്ള ഒരു ആക്ടറിന്റെ പ്രശ്നമല്ല അത്, ആ ഒരു ക്യാരക്ടറിന്റെ പ്രശ്നമാണ്. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. ഒരു നോർമൽ ഹ്യൂമൻ ഗോഡനെ വെല്ലുവിളിക്കുമ്പോഴേക്ക് ഉള്ള കുറെ കാര്യങ്ങളൊക്കെ നമുക്കത് ഒട്ടും ഒരു എതിരാളിയായിട്ട് നമുക്ക് തോന്നാത്ത ലെവലാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം അതിൽ സെക്കൻഡ് ഹാഫ് ഒക്കെ എടുക്കുമ്പോഴേക്കും, ഈ സെക്കൻഡ് ഹാഫ് അല്ല ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോഴേക്കും ആ ഒരു ക്യാരക്ടർ, സിംഗം ക്യാരക്ടർ ആണെങ്കിൽ പോലും അതും കറുപ്പുസ്വാമി എന്നാണ് പറയുന്നത്. കുറെ ഗുണ്ടകൾ ഇടിക്കാൻ പോകും. സാധാരണ മനുഷ്യരെ ഒരു ദൈവം വന്ന് ഇടിക്കുമ്പോൾ നമുക്കതിൽ പ്രത്യക്ഷമൊന്നും തോന്നാൻ പോകുന്നില്ല. കാരണം വളരെ വീക്കായിട്ടുള്ള ബീയിങ്സിനെ വന്ന് ഇടിക്കാൻ നിൽക്കുമ്പോൾ ഗോഡിനൊരു സ്ക്രാച്ച് പോലും ഉണ്ടാകാൻ പോകുന്നില്ല. നമുക്കത് കാണുമ്പോൾ ഒരു ഫൈറ്റ് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ കണക്ട് ഒരു തരത്തിലും തോന്നുന്നില്ല. ഒരു ഫൈറ്റ് നടക്കുമ്പോൾ നമുക്ക് ഒരു ഇമോഷണൽ കണക്ട് ഉണ്ട്. അല്ലെങ്കിൽ വീക്കായിട്ടുള്ളവരെ വളരെയധികം സ്ട്രോങ് ഓവർ പവേർഡ് ആയിട്ടുള്ള ആൾ ഇടിക്കുമ്പോൾ ഒരു ഒരു ഇമോഷണൽ കണക്ഷൻ കിട്ടത്തില്ല. ആ ഒരു ഇതുണ്ടല്ലോ സംഭവം, ഒരു ഇടിക്കുന്നുണ്ട്, അതൊക്കെ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊന്നും വർക്കൗട്ട് ആയിട്ടില്ല. ഇപ്പം ലോജിക്കൽ എറേഴ്സ് പോട്ടെ, അല്ലെങ്കിൽ ലോജിക്കലി നോക്കാൻ പാടില്ല, ഫാന്റസി പടത്തിന് ലോജിക്കലി നോക്കാൻ പാടില്ല എന്ന് എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ഫാന്റസിക്കും ഒരു തരത്തിലുള്ള കുറെ ലോജിക്കും കാര്യങ്ങളും ഉണ്ട്. അതുപോലും ഇല്ലാതെ ഒരു റീൽ ഉണ്ടാക്കുന്ന പോലെ കുറെ റീല് ഒരുമിച്ച് മിക്സ് ചെയ്ത പോലെയാണ് സെക്കൻഡ് ഹാഫ് എനിക്ക് തോന്നുന്നത്. ഫസ്റ്റ് ഹാഫ് പിന്നെയും ഓക്കെ പോട്ടെ എന്ന് വെച്ചാൽ, ആ ഇന്ദ്രൻസിന്റെ ക്യാരക്ടറിനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്ന് ഇരുന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന മനുഷ്യർ ഉണ്ടോ? ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇത്രയും സ്വർണവും കൊണ്ട് ഏതോ ഒരു കാട്ടിനകത്ത് അങ്ങ് ഇറങ്ങിപ്പോകുന്ന മനുഷ്യർ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടോ? അല്ലെങ്കിൽ ഇതൊരു ട്രെയിനിൽ ഇത്രയും സ്വർണം കൊണ്ട് പോകുന്ന ഒരു ആൾക്കാർ കാണുമായിരിക്കും. എനിക്ക് എന്നെ കൊണ്ടൊരിക്കലും ആലോചിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ് അതിൽ ആ രീതിയിൽ കാണിച്ചിരിക്കുന്നത്. ഇത്രയും സ്വർണ്ണമൊക്കെ ട്രെയിനിൽ കൊണ്ടുപോവുക, ആരുമില്ലാത്തൊരു സ്ഥലത്ത് അതും കൊണ്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോവുക. അത്ര നിഷ്കളങ്കമായ ക്യാരക്ടർ ആയിരിക്കാം അവരുദ്ദേശിച്ചത്. പക്ഷെ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും സൂര്യ അഭിനയിച്ചിട്ടുണ്ട്. സായ ഭയങ്കർ അത്യാവശ്യം ഡീസന്റ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് ഞാൻ പറയും. പുള്ളി മറ്റേ ഡ്യൂഡി ചെയ്ത സാധനം അല്ലെങ്കിൽ ആ കൾട്ട് ക്ലാസിക് സാധനമൊന്നും ഇതിൽ വന്നിട്ടൊന്നുമില്ല. പിന്നെ അത്യാവശ്യം നല്ല സൗണ്ടൊക്കെ ഇട്ട് പൊലിപ്പിച്ച് പോയിട്ടുണ്ട്. ഡീസന്റ് ആണ്. എനിക്ക് പേഴ്സണലി അത്രയ്ക്ക് അങ്ങോട്ട് ഭയങ്കര സംഭവം തോന്നില്ല. എല്ലാവരും സായ ഭയങ്കർ സംഭവമാണ് എന്ന് തോന്നിയ ലെവലൊന്നും തോന്നിയില്ല. പക്ഷെ ഓക്കെ, അത് കണ്ടിരിക്കാം, കുഴപ്പമില്ല എന്നുള്ളൊരിത്. സിനിമ വൈസ് ഇതൊരിക്കലും ഒരു സൂര്യയുടെ കമ്പാക്ക് ആയിട്ട് പറയാൻ തോന്നില്ല. കാരണം ഇതിന് തൊട്ട് മുന്നേ ഇറങ്ങിയ റെട്രോ ഇതിന് എത്രയോ ഭേദമാണ്. ക്ലൈമാക്സ് പോർഷൻ എനിക്ക് അത്ര വർക്കൗട്ട് ആയില്ല. ബട്ട് അല്ലാതെ നോക്കുകയാണെങ്കിൽ റെട്രോ വേ ബെറ്റർ ആണ് ഇതിന് വെച്ച് നോക്കുമ്പോൾ. ഓക്കെ മൂവിയാണ്. ക്ലൈമാക്സ് കുറച്ച് പാളിപ്പോയി, അല്ലാതെ ആ സിനിമ സൂപ്പറാണ് ഇത് വെച്ച് നോക്കുമ്പോൾ. എനിക്കത് എങ്ങനെ അറിഞ്ഞൂടാ. അത് അതേപോലെ തന്നെ വേറെ എത്രയോ സിനിമകൾ ഈ കഴിഞ്ഞ 13 വർഷത്തിൽ ഇറങ്ങിയിട്ടില്ലേ, പൊട്ടിച്ച് കൈ കൊടുത്തിട്ടില്ലേ. 24 ഒക്കെ പൊട്ടിച്ച് കൈ കൊടുത്തതാണ്. അതൊക്കെ ഇതിൻ്റെയൊക്കെ മുകളിൽ എത്രയോ മുകളിലെടുത്ത് വയ്ക്കാൻ പറ്റുന്ന സിനിമയാണ്. അപ്പം ഒരിക്കലും എനിക്ക് അത് തോന്നുന്നില്ല ഇതൊരു കംബാക്ക് സിനിമയാണ് എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്തത്. പക്ഷെ സാറ്റിസ്ഫൈ ചെയ്യുന്ന സിനിമ വരുന്നുണ്ട്. സൂര്യ 47 ജിത്തു മാധവൻ ഡയറക്ട് ചെയ്യുന്ന സിനിമ, അതിൽ പ്രതീക്ഷയുണ്ട്. അത് കൊള്ളാം, ഒരു പോസിറ്റീവ് ഇതാണെങ്കിൽ അതൊരു ഒന്നും, അതിനെ കംബാക്ക് എന്ന് പറയാം. പ്രോപ്പർ സൂര്യയുടെ കംബാക്ക് അത് അടിപൊളിയായിരിക്കും. അതിലാണ് പ്രതീക്ഷയുള്ളത്. അങ്ങനെയാണ് ഈ ഫസ്റ്റ് പടം പോയത്. ഇത് കഴിഞ്ഞിട്ട് കറുപ്പിന് ശേഷം ഞാൻ അടുത്ത് പോയി കണ്ടതാണ് ദൃഢം. ദൃഢം ഒറ്റവാക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒറ്റ ലൈനിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവറേജ്, വലിയ വികാരം തോന്നാത്ത ഒരു ത്രില്ലർ പടം, ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ. സോ ബേസിക് സ്റ്റോറി ലൈൻ എന്താണെന്ന് വെച്ചാൽ, ഷെയ്ൻ നിഗത്തിന്റെ ക്യാരക്ടർ, അതായത് ഒരു പോലീസ് ഓഫീസറാണ്, ഒരു ഗ്രാമത്തിലേക്ക് വരുന്നു അവിടെ ചാർജ് എടുക്കാനായിട്ട്. ഒരു ശാന്തസുന്ദരമായ ഗ്രാമം.
വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഗ്രാമം. പുള്ളി വന്ന് ചാർജ് എടുക്കുന്നതിൻ്റെ അന്ന് തൊട്ട് കൊലപാതകം, ബാങ്ക് റോബറി, അങ്ങനെ ഇങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ്. പുള്ളിയുടെ പോലീസ് ഓഫീസറും കൂടെ ഉള്ളവരൊക്കെ ഫുൾ സപ്പോർട്ട്, ഭയങ്കര സപ്പോർട്ട്. അത്രയും കെയറിങ് ആയിട്ടുള്ളവരെ കണ്ടിട്ടില്ല. ആ കെയറിങ് കാണുമ്പോൾ തന്നെ അവിടെ തീർന്നു. അത് കാണാം, ആ സിനിമ കാണുകയാണെങ്കിൽ മനസ്സിലാവും. അപ്പം അങ്ങനെ പോവാം. പക്ഷെ ആ സംഭവമൊക്കെ ക്ലൈമാക്സിൽ അവർ കാണിച്ചിരിക്കുന്ന രീതിയൊക്കെ കൊള്ളാം, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. ട്വിസ്റ്റ് ഓക്കെ, നമുക്ക് മനസ്സിലാവും, എന്നാലും അത് ഒരു രസമായിട്ട് പോകുന്നു. പക്ഷെ ബാക്കി ആ സിനിമ ഒട്ടും അങ്ങോട്ട് കൊള്ളൂലെന്നല്ല, നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നത്തില്ല. ഒരു ത്രില്ലർ സിനിമയിൽ കാണുന്ന കാര്യങ്ങൾ നമ്മൾ പിടിച്ചിരുത്തുന്ന സീറ്റഡ് ത്രില്ലർ എന്നൊക്കെ പറയുന്ന സംഭവത്തിലൊന്നുമില്ല. ഷെയ്ൻ നിഗത്തിന്റെ ആക്ടിങ് അടിപൊളിയാണ്. പുള്ളിയുടെ ആക്ടിങ്ങിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല, അപ്പം അടിപൊളിയാണ്. പക്ഷെ ഇതിനകത്തുള്ള ഡയലോഗ്സും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് നമുക്ക് ഈ സിനിമ കാണുമ്പോഴേ ആ ത്രില്ലറിലേക്ക് നമ്മൾ അങ്ങ് ഇറങ്ങി പോകില്ല. ആ ഒരു വേൾഡിലേക്ക് പോകുന്നതിന് അതിൻ്റെ ഇടയിൽ കുറേ ഡിസ്ട്രാക്ഷൻ, സൈഡ് ക്വസ്റ്റ് പോലത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്ത് പോലീസുകാരൻ്റെ വേറെ പരിപാടികളൊക്കെ ചെയ്യുന്നത്. അപ്പം അതിലേക്ക് പോകുമ്പോഴേക്കും നമ്മൾ ഈ ത്രില്ലറിൽ നിന്ന് പുറത്തേക്ക് വരിക, ആ ഒരു ഫ്ലോ അങ്ങ് കട്ടാവുന്നു. നമുക്ക് ഫുള്ളി എൻഗേജ് ചെയ്തിരുന്ന് കാണാൻ വേണ്ടിയിട്ട് തോന്നത്തില്ല. പിന്നെ ചുമ്മാ സമയം കളയാൻ വേണ്ടിയിട്ട് കാണാനാണെങ്കിൽ ഓക്കെ, വലിയ കുഴപ്പമില്ലാതെ നമുക്കിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമ. സോ താല്പര്യമുള്ളവർ പ്ലീസ് ഡു ഗിവ് ഇറ്റ് എ ട്രൈ. ഒരു നോർമൽ ത്രില്ലറാണ്. സോ അത് കഴിഞ്ഞാൽ മൂന്നാമത് ഞാൻ കണ്ടത് ഭൂത് ബംഗ്ല. സോ ഇതിനെപ്പറ്റി എനിക്ക് പറയാൻ ഒന്നുമില്ല. അക്ഷയ് കുമാർ പ്രിയദർശൻ കോമ്പിനേഷനിൽ വന്നൊരു സിനിമ. ഇവിടെ മോഹൻലാൽ പ്രിയദർശൻ കോമ്പിനേഷൻ പോലെയാണ് അവിടെ ബോളിവുഡിൽ പോയ അക്ഷയ് കുമാർ പ്രിയദർശൻ കോമ്പിനേഷൻ. വേറെ ഒന്നുമില്ല, മോഹൻലാലിന്റെ സിനിമയെല്ലാം അവിടെ കൊണ്ടിട്ട് റീമേക്ക് ചെയ്ത് ഉണ്ടാക്കിയ ഒരു കോമ്പിനേഷൻ പേര്. അപ്പോൾ എന്താണെങ്കിലും ഒരു പ്രതീക്ഷയിൽ വന്നൊരു സിനിമയാണ് ഈ സിനിമ. ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ട് ഞെട്ടിപ്പോയി. ഈ സിനിമ ഹിറ്റാണ്, കളക്ഷൻ വൈസ് ഈ സിനിമ ഹിറ്റാണ്. എങ്ങനെ ഹിറ്റായത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. വേറൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു പ്രിയദർശൻ ബൂൽബുലയ 2ഉം 3ഉം എടുക്കാത്തതിന്റെ വാശിപ്പുറത്ത് ചെയ്തൊരു സിനിമയാണെന്ന്. ആ ഒരു വേൾഡിലേക്ക് പറ്റിയെന്നല്ല, അതേപോലത്തെ ഒരു സിനിമ. ഇപ്പൊ മണിച്ചിത്രത്താഴ് അവിടെ കൊണ്ട് റീമേക്ക് ചെയ്ത് അതവിടെ കൾട്ട് ക്ലാസിക് എന്നൊക്കെയാണ് പറയുക ആ സിനിമ. മണിച്ചിത്രത്താഴിന്റെ 7 അയലത്ത് അതെത്തത്തില്ല, എന്നാൽ പോലും അതവിടെ കൾട്ട് ക്ലാസിക് പോട്ടെ, അത് അവരായി അവരുടെ ലോകം. പക്ഷെ ഈ സിനിമയൊക്കെ എന്ത് പറയാനാണ്, നമ്മുടെ ഇവിടുത്തെ ഇൻ ഗോസ്റ്റ് ഹൗസിനുള്ള സീൻ അതേപോലെ കോപ്പി അടിച്ച് അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഒരു മാറ്റമില്ല. മലയാളം ഡയലോഗിനെ തർജ്ജമ ചെയ്ത് ഹിന്ദിയിലാക്കി പറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ ആ ലെവലിൽ അത് കോപ്പി അടിച്ച് വെച്ചിട്ടുള്ള സീനുകളുണ്ട്. കാണുമ്പോൾ നമുക്ക് മണിച്ചിത്രത്താഴ് പോലെയും വേറെ ഏതൊക്കെ സിനിമകളുണ്ട്, അത് കാണുമ്പോൾ മനസ്സിലാവും ഇതൊക്കെ നമ്മൾ ആ സിനിമയിലുള്ള അല്ലേ, ഈ സിനിമയിലുള്ള അല്ലേ നമുക്ക് ഓർമ്മ വരും. ഒരു ബൂൽബുലയ 2, 3 അതിന് പകരമായിട്ട് പുള്ളി ചെയ്ത ഒരു ഡൂപ്പ് പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഇത് കണ്ടു തീർക്കാൻ 3 മണിക്കൂർ എടുത്തു. 3 മണിക്കൂർ വേസ്റ്റ് ആയെന്നല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയില്ല. പണ്ടൊരു കാലം ഉണ്ടായിരുന്നു, നമ്മൾ ഈ അക്ഷയ് കുമാർ സിനിമയൊക്കെ, ഞാൻ ഒരു 10 വർഷം മുന്നേ ആണ് അക്ഷയ് കുമാറിന്റെ ഏത് സിനിമ ആണെങ്കിലും ഞാൻ തിയേറ്ററിൽ കാണുന്നത്. അക്ഷയ് കുമാർ എന്നല്ല, ബോളിവുഡിൽ അത്യാവശ്യം റീസെന്റ് റിലീസ് വന്നു കഴിഞ്ഞാൽ എല്ലാം തിയേറ്ററിൽ കാണുമായിരുന്നു. അവിടെ നിന്നും ഈ ഒരു അവസ്ഥയിലേക്ക് എങ്ങനെ വന്നു എനിക്ക് മനസ്സിലാകും. ഇപ്പോൾ ഒരു സിനിമ കാണാൻ തോന്നത്തില്ല. തിയേറ്ററിൽ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പുള്ളിങ് ഫാക്ടർ ഇല്ല. എല്ലാം ഒരേ ടെംപ്ലേറ്റ് പടം. അവിടെ ഇപ്പോൾ ഹൊറർ കോമഡിന് എത്ര എണ്ണമായി, അതിൽ കൊള്ളാവുന്ന എത്ര എണ്ണം ഉണ്ട്. ഒരെണ്ണം വർക്കൗട്ട് ആയെന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങ് ഹൊറർ കോമഡി ഇറക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനത്തെ ഒരു ലെജൻഡറി കോമ്പിനേഷൻ കൊണ്ടുവന്നിട്ട് കാണിച്ചു വെച്ചിരിക്കുന്ന കാണുമ്പോൾ വിഷമം. ഇതൊക്കെ തിയേറ്ററിൽ ആൾക്കാർ എങ്ങനെ ഇരുന്ന് കണ്ടെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. എന്തായാലും വീട്ടിൽ ഇരുന്ന് ഞാൻ കണ്ടുകൊണ്ട് വലിയ കേടുപാട് പറ്റാതെ ഞാൻ രക്ഷപ്പെട്ടു. എന്തായാലും ഈ സിനിമ ഞാൻ ആർക്കും അങ്ങനെ റെക്കമെൻഡ് ചെയ്തില്ല. നെറ്റ്ഫ്ലിക്സിലുണ്ട്, കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാം. അപ്പോൾ ഈ ആഴ്ച ഈ 3 സിനിമകളല്ലാതെ തന്നെ ഞാൻ കുറച്ച് കൊറിയൻ സീരീസും കാര്യങ്ങളും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഇനി വരുന്ന ദിവസങ്ങളിൽ ഞാൻ ഈ ചാനലിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അത് മിസ്സാവാതിരിക്കാൻ പ്ലീസ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അൺടിൽ നെക്സ്റ്റ് ടൈം, അടുത്ത ആഴ്ച ഇതേപോലെ അടുത്ത ആഴ്ചത്തെ റിലീസസിൻ്റെ കാര്യങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതേപോലെ ഏതൊക്കെ സിനിമയാണ് അടുത്ത ആഴ്ച തിയേറ്ററിലും OTTയിലും റിലീസ് ആവുന്നതെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഈ മോസ്റ്റ് പ്രോബ്ലി ട്യൂസ്ഡേ ഓർ വെനസ്ഡേ ഞാൻ റിലീസ് ചെയ്യുന്നതായിരിക്കും. സോ ഇതുപോലുള്ള മോർ വീഡിയോസിനായി പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ അൺടിൽ നെക്സ്റ്റ് ടൈം, ബൈ ഗൈസ്.